ലോകത്തിന്റെ തമ്പുരാൻ, നമുക്ക് ജീവനാടിയേക്കാളും അടുത്ത നമ്മുടെ തമ്പുരാൻ, ആ അല്ലാഹുവിനെ കുറിച്ച് പഠിച്ചാൽ തീർച്ചയായും ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ലോകത്തോട് വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്. മദ്യപിക്കരുതേ, വ്യഭിചരിക്കരുതേ എന്ന് ലോകത്തോട് പറഞ്ഞിരുന്നുവെങ്കിൽ ലോകം മാറുമായിരുന്നില്ല, ലോകം നന്നാകുമായിരുന്നില്ല, സമൂലമായ പരിവർത്തനങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല, ലോകത്തിന് വിമോചനം ഉണ്ടാകുമായിരുന്നില്ല, സാംസ്കാരിക ഔന്നിത്യത്തിന്റെ പടവുകൾ കയറി മനുഷ്യർക്ക് പോകാൻ സാധിക്കുമായിരുന്നില്ല. അല്ലാഹുവിനെ പറ്റി പഠിപ്പിച്ചിട്ടില്ലായിരുന്നെങ്കിൽ നീ നിന്റെ റബ്ബിനെ ഇബാദത്ത് ചെയ്യുക, അവൻ നിന്നെ കാണുന്നു എന്ന ബോധത്തോടെ. ഈ വിശ്വാസമാണ് ആ ജനതയെ മദ്യപിക്കാതിരിക്കാൻ പ്രേരിപ്പിച്ചത്, വ്യഭിചരിക്കാതിരിക്കാൻ പ്രേരിപ്പിച്ചത്, അളവിലും ദുഃഖത്തിലും കൃത്രിമം കാണിക്കാതിരിക്കാൻ അവരെ പ്രേരിപ്പിച്ചത്. ജനങ്ങളുടെ നാഥന്റെ മുമ്പിൽ, ലോക ജനങ്ങളുടെ നാഥന്റെ മുമ്പിൽ നാളെ നീ പോയി നിൽക്കേണ്ടി വരും. അവിടെ വിചാരണയുണ്ട്, അവിടെ ഹിസാബുണ്ട്. സൂക്ഷിച്ചോളൂ, ഒരു ദിവസത്തെ നിങ്ങൾ മടങ്ങുന്നുണ്ട് കേട്ടോ പടച്ചവനിലേക്ക്. മടക്കം അങ്ങോട്ടാണ്. യാ അയ്യുഹല്ലദീന ആമനൂ അലൈക്കും അൻഫുസകും ലാ യദുറുക്കും മൻ ദല്ല ഇദ ഇഖ്തദൈതും ഇലല്ലാഹി മർജൂകും ജമീഅ ഇലല്ലാഹി മർജൂകും ജമീഅ ഫഉനബ്ബിയുകും ബിമാ കുൻതും തഅമലൂൻ. നിങ്ങൾ മടങ്ങുമെടോ. എങ്ങോട്ട്? നിങ്ങൾ മുഴുവനും മടങ്ങുമെടോ പടച്ചവനിലേക്ക്. അവിടെ ചോദ്യമുണ്ടോ എന്നല്ല പറയുകയാണ്. എന്നിട്ടല്ല പറഞ്ഞു. എവിടെയാ പറയുന്നത്? അല്ല, ഏതൊരു മരണത്തെ പേടിച്ചിട്ടാണോ നിങ്ങൾ ഓടുന്നത്, ആ മരണം നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. ആലിമുൽ ഗൈബി വശഹാദ, ദൃശ്യാദൃശ്യങ്ങൾ അറിയുന്ന റബ്ബിന്റെ മുമ്പിൽ നിങ്ങൾ വരും.